ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. ഇനി നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒക്കെ തീരെ വെയ്യാത്തതുകൊണ്ട് തന്നെ 4 മണിക്ക് നമ്മൾ ഒക്കെ വെയ്യാത്തതുകൊണ്ട് തന്നെ രാത്രി പെരും കരച്ചിലും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടോ. ഭയങ്കര പനിയാണ് മൂക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചവരെ ഞങ്ങൾ ഉച്ചക്കാണെന്ന് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഉച്ചവരെ ഓള് കരച്ചിലും ഒക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റായി. 4 മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ തന്നെ എന്താ പറയുക, ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അതിലൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും പനിയാണ്ട് വിടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താവും ഇതൊന്നും അറിയണില്ല. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് തീരെ സമയമില്ല. ഇനിയോളെ കരച്ചിലും മരുന്ന് കൊടുക്കലൊക്കെ ആയിട്ട് ഇപ്പോൾ ഏതായാലും ഒരു 10:30 ആയി ഒന്ന് പഠിക്കാനിരുന്നപ്പോൾ അത് ഓളെ ഉറക്കിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു മൂഡില്ല പഠിക്കാൻ. എന്താ പറയുക, എത്രയൊക്കെ തന്നെ ആയാലും നമ്മൾ കുട്ടികൾക്ക് വയ്യാതെ ആകുമ്പോൾ നമുക്കതൊരു സങ്കടം തന്നെയല്ലേ. ഓക്ക് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ വയ്യാതായിട്ടില്ല. അത് പഠിപ്പിച്ച് 2 ദിവസമായി പനിയൊക്കെ വരുന്നത്. വരെ ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടില്ല. രാത്രി ഇങ്ങനെ കരയിലില്ല. പനി മരുന്ന് ഇങ്ങനെ നമ്മൾ ഇടവിട്ട് 6 മണിക്കൂർ കൂടുമ്പോൾ കൊടുക്കാനുള്ളതാണ്. അങ്ങനെ 6 മണിക്കൂർ ആവണതിൻ്റെ മുന്നേ തന്നെ വീണ്ടും പനിക്കാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ടെൻഷൻ തന്നെയല്ലേ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനിയും പനിക്കുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ എന്താ പറയുക, രാത്രി പുതിയ ചാപ്റ്റർ പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തീരെ മൂടില്ലൊരു എന്താ പറയുക, ഒരു ടെൻഷനുള്ള ദിവസം. നമ്മളെ മക്കൾക്ക് വയ്യാതാകുമ്പോഴും നമ്മളെ മനസ്സും ആകെ തളരൂലേ. നമ്മൾ എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത മാതിരിയല്ലേ ഓലല്ലേ നമുക്കല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വയ്യാതാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പഠിക്കണ്ട, എന്താ പറയുക, റിവിഷൻ ചെയ്യുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാമെന്ന്. ഇനി 11 മണിയായാൽ ഓളെ എണീപ്പിച്ചൊന്നും കൂടെ മരുന്ന് കൊടുക്കണം. തീരെ മരുന്ന് കുടിക്കാൻ തന്നെ മടിയാണ് ആൾക്ക്. നിർബന്ധിച്ച് കൊടുത്താലേ കുടിച്ചുള്ളൂ. നിർബന്ധിച്ചും കൊടുക്കാൻ പറ്റില്ല, കടത്തി ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുടിക്കുള്ളൂ ആൾ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതാലോചിച്ചിരിക്കല പണി. 11 മണിയാകുമ്പോൾ ഇനിയിപ്പോൾ മരുന്ന് കൊടുക്കണ്ടേ എന്നൊക്കെ ആലോചിച്ച് അതും ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ റിവിഷൻ ചെയ്യാൻ കരുതി. അതാകുമ്പോൾ നമുക്ക് സ്ട്രെസ് എടുക്കണ്ട. ഇനി നമുക്കാകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ തന്നെ ഈ 2 ആഴ്ചകളിൽ സോഷ്യോളജി സൈക്കോളജി പഠിച്ച് തീർക്കണം. അപ്പോൾ ഒരു ദിവസം പോലും ഡിലേ ആയാൽ അത് അത്രയും ചാപ്റ്റർ നമ്മൾക്ക് ബാധിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് ലേണിംഗ് ആണ് പഠിച്ച് തുടങ്ങണുള്ളൂ. കാരണം ഈ ചാപ്റ്ററൊന്നും നമ്മൾ മുന്നൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസം തീരെ കമ്മിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു ടെക്നിക്ക് എടുക്കാം. നമുക്ക് സങ്കടമൊക്കെ വരുമ്പോൾ സങ്കടമുള്ള ഒരു ഇമോജിയും സന്തോഷമുള്ള ഒരു ഇമോജിയും ആ മാസത്തിൽ നമുക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആയാലൊക്കെ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ സന്തോഷത്തിൽ അടയാളപ്പെടുത്താനും സങ്കടമുള്ള ദിവസങ്ങളൊക്കെ സങ്കടമുള്ള പേപ്പറിൽ അടയാളപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചിട്ട് 2 ഇമോജി വരച്ച് വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ സാഡിലൊരു ഇമോജി എടുത്തു. പക്ഷേ നമുക്ക് ഇനിയും സമയം കളയാനില്ല. കാരണം 2 ആഴ്ചൻ്റെ ഉള്ളിൽ അത് തീർക്കണം. നമുക്ക് എന്താ പറയുക, അത് തീർത്താലേ ബാക്കിയുള്ള. അപ്പോൾ ഓക്കെ, ബൈ.